നിർത്തടാ, മര്യാദ സംസാരിക്കേ. നീ എന്താടി സംസാരിക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ ചിലവിലാണോ നീ ജീവിക്കുന്നത്? നീ എൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത്. നീ ആരോടാണ് സംസാരിക്കുന്നത്? നീയും എൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത്. എൻ്റെ ചിലവ് ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചു വേണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അളിയാ നീ ടൂർ പോകാൻ പറഞ്ഞ് എന്താ പോകുന്നില്ലേ? അളിയാ അത് പോകാമെന്നൊക്കെ പറഞ്ഞ് സംഭവമൊക്കെ ഓക്കെയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും തീറ്റയും കൂടിയൊക്കെ എൻ്റെ ചിലവിലാവുന്നതാണ് അവന്മാർ പറയുന്നത്. പിന്നെ എൻ്റെ ചിലവിൽ പോകണമെങ്കിൽ പിന്നെ ഞാൻ അവന്മാരോട് പോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അറ്റ് വൺസ് എക്സ്പെൻസ്, ചിലവിൽ. ഓക്കെ, എൻ്റെ ചിലവിൽ, അറ്റ് മൈ എക്സ്പെൻസ്, എൻ്റെ ചിലവിൽ. സിൻസ് യു ആർ ലിവിങ് അറ്റ് മൈ എക്സ്പെൻസ്, ഞാൻ പറയുന്ന പോലെ കേട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇംഗ്ലീഷിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗത്തെക്കുറിച്ചാണ്. അറ്റ് വൺസ് എക്സ്പെൻസ്. സിൻസ് യു ആർ ലിവിങ് അറ്റ് മൈ എക്സ്പെൻസ്, ഞാൻ പറയുന്ന പോലെ കേൾക്കണം. അറ്റ് വൺസ് എക്സ്പെൻസ്. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തുണ്ട്, കണ്ട് കേട്ട് വായിച്ച് മനസ്സിലാക്കിക്കോളൂ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമില്ല? നിങ്ങളൊക്കെ മക്കളൊക്കെ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് മിടുക്കന്മാരാകുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ താടിയിൽ കൈയും കൊടുത്തിരിക്കേണ്ടി വരും. നാണക്കേടാണേ സത്യമായിട്ടും. ഇംഗ്ലീഷ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വരും കാലങ്ങളിൽ നിങ്ങൾക്ക് നെഞ്ചി വിരിച്ച് നെളിഞ്ഞടക്കാനൊന്നും പറ്റത്തില്ല. നാണക്കേടാവും. വന്ന് പഠിക്ക്. വളരെ എളുപ്പമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ, വളരെ നിസ്സാരമാണ്. വെറും 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ കുഴപ്പിക്കുന്ന, കഷ്ടത്തിലാക്കുന്ന ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു 3 മാസം കൊണ്ട്, മാക്സിമം 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വഴികളും പറഞ്ഞുതരാം. എന്താ വിശ്വാസം വരുന്നില്ലേ? വന്ന് പഠിച്ചു നോക്ക്. ചുമ്മാ ഓരോ എക്സ്ക്യൂസും പറഞ്ഞിരിക്കാതെ. കമോൺ, വെൽക്കം ടു DKS ഇംഗ്ലീഷ് ക്ലാസ് റൂം.